ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ് പ്രത്യേകിച്ച് പരിചയപ്പെടില്ലല്ല. നമ്മൾ ഇതേപോലത്തെ രണ്ട് ബോർഡാണ് നമ്മളതിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ബസ്സിലത്തെ ആംപ്ലിഫയർ പവർ പോരാണ്ടായപ്പോൾ നമ്മൾ ഊരി മാറ്റിയ ബോർഡുകളാണ് രണ്ടെണ്ണം. അപ്പോൾ ഈ രണ്ട് ബോർഡും നമ്മളെ തമിഴ്നാട് ഏരിയയിൽ നിന്ന് ബോർഡ് കെട്ടിയിട്ട് വരുന്ന വണ്ടികളിൽ വരണതാണ് ഇങ്ങനത്തെ ബോർഡുകൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലിപ്പോൾ രണ്ട് STK ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 സ്പീക്കറിന് വേണ്ടിയിട്ടാണ്. 4 സ്പീക്കറും ട്യൂട്ടറിനും കൂടിയിട്ട് 4 ചാനല് സറൗണ്ടിങ് മോഡൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് STK ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ 4392 STK ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ നമുക്ക് നമ്പർ അറിയില്ല. ട്രാൻസിസ്റ്ററുടെ നമ്പറൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് NPN ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. 8 ഇഞ്ചൊക്കെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റിയ സാധനമാണ്. അത് 10 ഇഞ്ച് 12 ഇഞ്ചൊക്കെ കൊടുത്തതിൻ്റെ ഇതാണ് ഇതിന്റെ ബാക്കിൽ കാണുന്നത്. ഈ പ്രിന്റൊക്കെ കത്തിപ്പോയി എടുക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബോർഡ് കാണിക്കാൻ കാരണം എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരു 6 ചാനൽ വേറെ ഉണ്ട്. 10 ഇഞ്ച് അടിയിൽ വരുന്നത് കംപ്ലീറ്റ് 10 ഇഞ്ച് ഊഫറാണ്. അപ്പൊ 10 ഇഞ്ച് ഊഫർ ഇതിന് താങ്ങാനുള്ള ആരോഗ്യമില്ല ഈ ബോർഡിന്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവുകയാണ് ചൂടായിട്ട്. ഫാനും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവര് ഇതിൽ ഓൾറെഡി. എന്നിട്ടും കാര്യമൊന്നുമില്ല, നിൽക്കണില്ല. പിന്നെ നമുക്കൊരു 8 ഇഞ്ചൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യിക്കാൻ പറ്റിയൊരു ബോർഡാണിത്. നല്ല രസമായിട്ടുള്ള വർക്കിംഗ് കിട്ടും. അപ്പോൾ ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ നമ്പർ ആർക്കെങ്കിലും അറിയുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സാധനമാണെന്ന് ഒരു ബോർഡും ഒരു സ്പീക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ നമുക്കിത് നല്ല സാധനമാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഇത്ര കാലം വർക്ക് ചെയ്യും. ഇത്ര കാലം എന്നല്ല, അതിന് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അതിന് കംപ്ലൈന്റ് വരുള്ളൂ. അല്ലാതെ വേറെ കംപ്ലൈന്റ് വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. എനിക്ക് പറയാൻ പറ്റും. ഈ സ്പീക്കറുകളും സാധനങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മുറിച്ച് നോക്കാം നല്ലതാണോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ നമുക്ക് ഒരിക്കലും മുറിച്ച് നോക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത കാലം. പിന്നെയാണ് ബോർഡിനെയും സ്പീക്കറിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞത്. വേറെ ഒന്നല്ല അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ഒരു കമന്റ് വന്നു നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കാരണം ഒന്ന് പറഞ്ഞു മാത്രം. എന്താ കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്ന എന്റെ കമ്പനിയിൽ ഉണ്ടാക്കി ഞാൻ ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം എന്റെ സാധനമാണ്. വിറ്റ് പോകാൻ വേണ്ടിയിട്ട് പലരും പറയുന്നത് നല്ല സാധനമാണ്, ഇത് മേടിച്ചോ, ഇത് നല്ലതാണെന്നൊക്കെ പറയും. അതിൽ കാര്യമില്ല. നമ്മൾ എന്ത് സാധനം മേടിക്കുമ്പോൾ നമുക്കത് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും മേടിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടിട്ടും ഒരാളും ഒരു സാധനം മേടിക്കാൻ നിൽക്കണ്ട. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് വർക്കിംഗ് കറക്റ്റ് ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇതുവരെ കംപ്ലൈന്റ് വരാത്ത സാധനങ്ങളാണ് എനിക്ക് പരമാവധി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രശ്നങ്ങൾ തോന്നാത്ത സാധനങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കാറുള്ളൂ. അപ്പോൾ അത് ഇങ്ങനത്തെ കമന്റുകൾ ഇടുമ്പോൾ ഞാൻ ഇതിൽ മേലെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം ഞാൻ അത്രയും ഉറപ്പിച്ച് പറയണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനമായിരിക്കണം ഒന്നില്ലെങ്കിൽ. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു സാധനത്തിനും കുറിച്ചും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. ചിലപ്പോൾ വോൾട്ടേജ് ഒന്ന് കൂടി അല്ലാച്ചെങ്കിൽ ഒന്ന് സ്പീക്കർ ലൈൻ പോയി അപ്പൊ സ്പീക്കർ പോവാം, അടിച്ചു പോവാം. അതുപോലെ സ്പീക്കർ ലൈൻ ഒന്ന് ഷോർട്ടായി അപ്പൊ IC പോവാം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പോവാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലൈനിൽ പെട്ടെന്ന് ഹെവി വോൾട്ടേജ് വന്നു, ട്രാൻസ്ഫോമർ കത്തി പോവും. എത്ര കോപ്പർ വൈൻഡിങ് ആണോ എത്ര നല്ലതാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അടിച്ചു പോകും. അത്രയ്ക്കുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോ ഈ 50,000 60,000 TV മേടിക്കുന്നുണ്ട്, ഈ സ്റ്റെബിലൈസർ വെക്കുന്നുണ്ട്. സ്റ്റെബിലൈസർ വെച്ചിട്ടും സേഫ്റ്റി ഉണ്ട് അതിനെ, അത് അടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ നമുക്ക് തീരെ പറയാൻ പറ്റില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അത് പല കമ്പനികളും പല ഇതിന് വേണ്ടിയിട്ടും പല പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ആംപ്ലിഫയറുകളും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തറപ്പിച്ച് പറയാത്തത്. ഇന്ന സാധനം മേടിച്ചോ, ഇന്നത് നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങളതിനെ പരിചയപ്പെടുത്തുന്നു മാത്രം. നമുക്ക് അതിന്റെ ഗ്യാരണ്ടി ഒരിക്കലും പറയാൻ പറ്റില്ല. കമ്പനി തരുന്ന ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു കാര്യം പറയാൻ പറ്റും. അത് ഇത്ര നാൾ വർക്ക് ചെയ്യും, കുഴപ്പമില്ല. ഇത്ര നാൾ വർക്ക് ചെയ്യുന്നല്ല, അതിന് വേറെ കംപ്ലൈന്റുകൾ വരില്ല. വരികയാണെന്നുണ്ടെങ്കിലും കൂടിയിട്ട് വോളിയം കൺട്രോളിനാണ് കംപ്ലൈന്റ് വരിക, വേറെ കംപ്ലൈന്റുകളൊന്നും വരാൻ സാധ്യതയില്ല. ഒരു ആംപ്ലിഫയറിന് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പീക്കർ ലൈൻ ഷോർട്ട് ആവുക, അതേപോലെ സ്പീക്കറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരിക, ലൈനിൽ കയറിയിട്ട് വയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ കംപ്ലൈന്റുകൾ ഒരുപാട് വരും. അപ്പൊ അതിനൊന്നും കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ IC അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചൂടാവുക, അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഹീറ്റ്സിങ് കാര്യങ്ങളൊന്നും ഇട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ചൂടാവുക. അപ്പൊ അങ്ങനെ പോവും. അതല്ല നമ്മളൊരു പകുതിയിൽ മേലെ വോളിയം വെക്കുമ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ പരമാവധി നല്ലൊരു ഹീറ്റ്സിങ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹീറ്റ്സിങ് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹീറ്റ്സിങ് ആണ് ഇത്. ഇതിനെ പറ്റിയ ഹീറ്റ്സിങ് എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഇതിന് പിന്നെ പോരാത്തന്നെ 2 ഫാനും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പൊ അത്രയ്ക്കധികം ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇത്
പവർ അത്രയ്ക്കധികം പവറുള്ള ബോർഡല്ല. അപ്പോൾ എന്നാലും ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ ആർക്കെങ്കിലും അറിയുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.